ഒരു വാർത്ത നമുക്ക് ഞെട്ടലോടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാരണം അനൂപ് വെള്ളറ്റഞ്ഞൂർ എന്ന് പറയുന്ന വ്യക്തി ഒരു സംഗീതജ്ഞനായിരുന്നു, വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു, ഗാന്ധിയൻ സ്റ്റഡി സെൻറ്ററിൻ്റെ പരിശീലകനായിരുന്നു, സ്കൂൾ വാദ്യോപകരണ സംഘത്തിൻ്റെ പരിശീലകനായിരുന്നു, കലാകാരനായിരുന്നു. 41 വയസ്സ് മാത്രമേ ഉള്ളൂ. ഗായകനായിരുന്നു, ഇടയ്ക്ക, ഗിത്താറ്, കീബോർഡ് ഇതിലൊക്കെ പ്രാവീണ്യം നേടിയ ഒരു വ്യക്തി. 41 വയസ്സുള്ള ഒരു വ്യക്തി, ഇതിലെല്ലാം അഗ്രഗണ്യനായ ഒരു വ്യക്തി ഇന്നലെ സ്വന്തം ഫ്ലാറ്റിൽ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരു ഞെട്ടലോടെ മാത്രമാണ് ഇത് കണ്ടത്. അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടവരും അദ്ദേഹത്തിൻ്റെ വാദ്യോപകരണങ്ങളിലെ പ്രാവീണ്യം നേടിയവരും എല്ലാം ആശ്ചര്യപ്പെട്ടു പോയ കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു ഇംഗ്ലീഷ് അധ്യാപകനാണ്, കൂട്ടം ബ്രാൻഡിൻ്റെ അമരക്കാരനാണ്. അങ്ങനെ എല്ലാ മേഖലയിലും സകലകലാ വല്ലഭൻ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ്. അനൂപുമായിട്ട് പഴകിയവർക്ക് ആർക്കും തന്നെ അനൂപിനെ പറ്റി ഒരു മോശം അഭിപ്രായം ഇല്ലതാണ്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. എല്ലാ മനുഷ്യനും നെഗറ്റീവും ഉണ്ടാകാം, പോസിറ്റീവും ഉണ്ടാകും. പക്ഷെ അനൂപുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നവർക്കെല്ലാം ഒരേ അഭിപ്രായമാണ്, ഈ മനുഷ്യന് നെഗറ്റീവ് ഇല്ല, എല്ലാം പോസിറ്റീവ് മാത്രമാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യൻ, സാമ്പത്തികമായ പ്രശ്നങ്ങളില്ല, എപ്പോഴും ചിരിച്ചുകൊണ്ട്, ചിരി കണ്ടു കഴിഞ്ഞാൽ ഒരു ആകർഷണത്വമുണ്ട്. ആ മുടിയും താടിയും മീശയൊക്കെ വെട്ടി വളരെ വൃത്തിയായിട്ട് നടക്കുന്ന അനൂപിൻ്റെ മുഖവും ആ പാട്ടുകളുമൊക്കെ നമ്മളെ അത്രമേൽ ആകർഷിച്ചിട്ടുണ്ട്. ആ അനൂപ് മരിച്ചു എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അനൂപിനെ അറിയാവുന്ന മലയാളികളെല്ലാം വല്ലാതെ വിഷമിച്ചു. എന്താണ് കാരണം? അനൂപ് എന്തിനിത് ചെയ്തു? അപ്പം ഉത്തരം കിട്ടാത്ത അനേകം ചോദ്യങ്ങളായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. സാധാരണ ഇങ്ങനെയൊക്കെയുള്ള കേസിൽ സാമ്പത്തികം പ്രശ്നമായിട്ട് വരും, അതൊക്കെ ആയിരിക്കാം കാരണം എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ സാമ്പത്തികമായിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും അനൂപിനെ സംബന്ധിച്ചില്ലായിരുന്നു. അധ്യാപകരായ മാതാപിതാക്കളുടെ ഏക മകനായിരുന്നു അനൂപ്. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് നല്ല സെറ്റപ്പുള്ള ഫാമിലിയിൽ നിന്നുള്ള അനൂപിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള യാതൊരുവിധ പ്രശ്നവും അലട്ടിയിരുന്നില്ല എന്ന് അടുത്ത സഹപ്രവർത്തകർ പറയും. പിന്നെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നും അറിയില്ല. അതിനിടയിലാണ് നമ്മുടെ മറുനാടൻ ചാനലിനകത്ത് ഇന്നലെ ഒരു വീഡിയോ അദ്ദേഹം ചെയ്താലും അനൂപിനെ പറ്റി, മകനെയും അനൂപെ നീ എന്തിനിത് ചെയ്തു എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിനും മറുപടിയായിട്ട് ഒരാൾ വിളിച്ച് മറുനാടനോട് സംസാരിക്കുന്നതാണ്. അനൂപിൻ്റെ അടുത്തൊരു സുഹൃത്താണ്, അനൂപുമായി അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. ഏതായാലും ആ ചാനലിനകത്ത് പേര് വെളിപ്പെടുത്തുന്നില്ല. പുള്ളി പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. കേട്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. എന്താ പറയണ്ട, വാക്കുകളില്ല സത്യം പറഞ്ഞിട്ട് ചെയ്യാൻ. എനിക്ക് റിക്കവർ ആവാൻ പറ്റിയിരുന്നില്ല ഇതുവരെ. അങ്ങനത്തെ ഒരു വ്യക്തിത്വമായിരുന്നു. നമുക്ക് എന്തെങ്കിലും ഒരാളെ പറ്റിയിട്ട് ഒരു കുറ്റം പറയാൻ അങ്ങനെ ഇല്ല. അങ്ങനെ നമുക്കിപ്പോൾ ഒരു മനുഷ്യന്മാരാകുമ്പോൾ നല്ലതും ഉണ്ടാവും, പൊട്ടയുണ്ടാവും, എല്ലാം മിക്സ് ആയിട്ടാണല്ലോ വരിക. പക്ഷെ എൻ്റെ അറിവിൽ മാഷിക്ക് അങ്ങനത്തെ നെഗറ്റീവ്സ് ഇല്ല. അത്രയ്ക്കും നല്ലൊരു മനുഷ്യനായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ ഈ മ്യൂസിക്കായിട്ട് നടക്കുന്ന സമയത്ത് ഈ ശനിയാഴ്ച വരെ സ്കൂളും അത് കഴിഞ്ഞ് ശനി ഞായറും അവർക്കൊരു കഫേയിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ ബാൻഡായിട്ട് നടക്കുന്നു. അപ്പോൾ അങ്ങനെ കിട്ടാത്ത വിഷമങ്ങളൊക്കെ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു പലപ്പോഴും വൈഫിനൊക്കെ ആയിട്ട്. പിന്നെ വൈഫിൻ്റെ അമ്മ കുറച്ച് പിടിവാശിക്കാരിയായിരുന്നു. അപ്പോൾ അവർക്ക് ഇവിടുന്ന് കുട്ടികളെയും മക്കളൊക്കെ അവിടെ കൊണ്ടുപോയി നിർത്തണം എന്നുള്ള ഒരു വാശി പോലെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ ലാസ്റ്റ് നമ്മളെ തൃശ്ശൂർ പൂരത്തിൻ്റെ തലേദിവസം അന്ന് മാതൃഭൂമി ന്യൂസിൽ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. അന്ന് ഞാൻ എൻ്റെ മോനെയായിട്ട് ആളുടെ ഫ്ലാറ്റിൽ പോയിരുന്നു. അപ്പോൾ ആളവിടെ ഒറ്റയ്ക്കുള്ളൂ. അപ്പം ഞാൻ പുറത്തുനിന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ വൈഫിനായിട്ട് എന്തോ ഇഷ്യൂസ് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ അന്ന് സംസാരിക്കാൻ നോക്കി. പക്ഷെ ആൾക്ക് അതിനോട് ഞാൻ വൈഫ് എവിടെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് സ്കിപ്പാവുക ചെയ്തു മുപ്പര്. അപ്പോൾ അത് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത പോലെ തോന്നി. അത് ആരെയായിട്ടും അങ്ങനെ തന്നെയാണ് അത്ര ആള്. അങ്ങനെ വലിയ തുറന്ന് സംസാരിക്കൊന്നുമില്ല.
ഞാൻ അനൂപ് മാഷെ ഒരു ചിരിയോട് കൂടിയിട്ട് മാത്രം കണ്ടിട്ടുള്ളൂ, അല്ലാതെ ഒരാളെ വിഷമിപ്പിക്കാനോ അല്ലാച്ചെങ്കിൽ ഇപ്പൊ വൈഫിനായാലും കുട്ടികളായാലും ആരെയായാലും ആൾക്കങ്ങനെ ഒരാളെ വിഷമിപ്പിക്കാനോ പിടിക്കാനൊന്നും പറ്റില്ല. മനസ്സിന് ധൈര്യമില്ലാത്തതുകൊണ്ട് ചെയ്തു പോയതാ. പക്ഷെ ആരോടെങ്കിലും ഒന്ന് തുറന്ന് പറയുകയായിരുന്നു വെച്ചെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ സാറേ. എന്തെന്നാ പറയാ, പോയി കഴിഞ്ഞു ഇപ്പൊ നമുക്ക് പെട്ടെന്ന് അത് ഇതാക്കാനും പറ്റണില്ല, അഡ്മിറ്റ് ചെയ്യാനും പറ്റില്ല. നമുക്കിപ്പോൾ ആളുടെ ഒരു ആർക്കും, നമുക്ക് നല്ല അറിയുന്ന ആർക്കും സഹിക്കാനും പറ്റുന്നില്ല. ഇപ്പോ ഈ ഒരാഴ്ച മുന്നേ ഒരു ഇന്നോവ കാറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സാമ്പത്തികമായിട്ടുള്ള അങ്ങനത്തെ വലിയ വിഷയങ്ങളൊന്നും അങ്ങനെയല്ല. അവർക്ക് ഇപ്പോ അമ്മ ഒക്കെ ടീച്ചറായിരുന്നല്ലോ, നല്ല കുറച്ച് സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉള്ള ടീം തന്നെയാണ്. ഒരുപാട് കുട്ടികൾക്ക് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ഇൻസ്ട്രുമെന്റ്സ് വാങ്ങിച്ചു കൊടുക്കുക, അതേപോലെ കഴിവുള്ള കുട്ടികളൊക്കെ തെരഞ്ഞു പിടിച്ച് ഹെൽപ്പ് ചെയ്യുക. അതേപോലെ ഞാൻ തന്നെ അവിടെ ആൾക്ക് ശമ്പളമൊന്നും കുറെ കാലം കിട്ടാണ്ടൊക്കെ ഇരുന്നിരുന്നു. അതൊക്കെ ഇപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ സോൾവ് ആയി എന്നാണ് പറഞ്ഞത്. ഇതുണ്ടല്ലോ സാർ, അവരെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ പേഴ്സണലി. അപ്പോ അവരെ ഫാമിലിയിലെ ഇഷ്യൂസ് എന്ന് പറയണത് ചെറിയ ഇഷ്യൂസ് ഉള്ളത് എന്താ വെച്ചാൽ, ഈ ഒറ്റമോളാണ് ആളുടെ വൈഫ്. അതേപോലെ മൂപ്പരും അതേ ഒറ്റ മോനാണ്. അപ്പോ അവരെ വീട്ടിലേക്ക് ഇവിടുന്ന് മക്കളെയൊക്കെ കൊണ്ട് വൈഫിന്റെ അടുത്ത് ചെന്ന് നിൽക്കണം. അങ്ങനത്തെ ഒരു ഇവിടുത്തെ വീടൊക്കെ വിട്ടിട്ട് അങ്ങനത്തെ കുറച്ച് സമ്മർദ്ദങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാന്ന് വെച്ചെങ്കിൽ അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു വിഷയങ്ങളൊന്നുമില്ല. ഒരു പാവമായിരുന്നു. ആരെയും ഒരു വാക്കുകൊണ്ട് പോലും ആൾക്ക് ഒരാളെയും വേദനിപ്പിക്കാനൊന്നും പറ്റില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. ദീർഘമായൊരു വീഡിയോ ഒരു ഇതാണ്, പക്ഷെ നമുക്ക് ഇത്രയും മതി. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ആ വ്യക്തിയുമായിട്ട് അതിൻ്റെ റിപ്പോർട്ടർ പോയി സംസാരിക്കുന്നതൊക്കെയുണ്ട്. അപ്പോഴും കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാണ് കുടുംബ പ്രശ്നം തന്നെയാണ് അനൂപിനെ അലട്ടിയിരുന്ന പ്രശ്നം. അത് അനൂപ് ആരുമായിട്ടും ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വിങ്ങുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ പകുതി ആശ്വാസമാകും. പക്ഷെ അനൂപ് തൻ്റെ കുടുംബ പ്രശ്നം മറ്റുള്ളവരുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ വില്ലനായിട്ട് കാണുന്നത് വില്ലനാണോ എന്നെനിക്കറിയില്ല. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ലെന്ന് പറയുന്നു. കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നം, ഒരേ മകൻ ഒരു വശത്ത്, ഒരേ മകൾ മറുവശത്ത്. മകളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം, മകൾ തങ്ങളോടൊപ്പം താമസിക്കണമെന്ന് ഏത് മാതാപിതാക്കളും ആഗ്രഹിക്കും. അതുപോലെ തന്നെ അനൂപിൻ്റെ ഭാര്യയുടെ മാതാപിതാക്കൾ ആഗ്രഹിച്ചു കാണാം. അനൂപിൻ്റെ ഭാര്യ ഇപ്പോൾ അവിടെ തന്നെയാണ്. അനൂപ് ഒറ്റയ്ക്കാണ്, ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അത് ഈ കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഈ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയാണ് ഫ്ലാറ്റ് എടുത്ത് താമസിക്കുന്നത്. അമ്മയും അച്ഛനും വേറെയാണ്, അവർക്കും ഒറ്റ മകനാണ്. അപ്പോൾ അതിനിടയിലുണ്ടായ ചില പ്രശ്നങ്ങളാണ്. അത് മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്തെങ്കിൽ ഒരുപക്ഷെ അത് ഇതായിട്ട് മാറില്ല. പക്ഷേ അനൂപ് അത് ചർച്ച ചെയ്യാൻ തയ്യാറായില്ല. അനൂപിൻ്റെ ആത്മഹത്യക്കുറിപ്പിൽ തന്നെ പറയുന്നത്, എനിക്കൊരു നല്ല അച്ഛനാകാൻ പറ്റിയില്ല, മകനാകാൻ പറ്റിയില്ല, ഭർത്താവാകാൻ പറ്റിയില്ല എന്നുള്ള രീതിയിലാണ് അനൂപ് പറയുന്നത്. സ്വന്തം കുറ്റം ഏറ്റെടുത്താണ് അനൂപ്. അതാണ് അനൂപിൻ്റെ മനസ്സ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഒരു മികച്ച കലാകാരനെയാണ്. ഈ അനൂപിൻ്റെ ഭാര്യയുടെ അമ്മ നിർബന്ധപൂർവം മകളെ കൂടെ താമസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനകത്ത് വീഡിയോയിൽ ഉടനീളം പറയുന്നു. അപ്പം അതുമാത്രമാണ് പുള്ളിക്കറിയാവുന്ന ഒരു പ്രശ്നമായിട്ടിരിക്കുന്നത്. അപ്പം ഇതിപ്പം നഷ്ടപ്പെട്ടു പോയത് ആർക്കാണ്? അവർക്ക് അവരുടെ മകളെ കിട്ടി. പക്ഷേ അനൂപിൻ്റെ മക്കൾക്ക് അവർ അച്ഛൻ നഷ്ടപ്പെട്ടു പോയി. സ്വന്തം മകളെ തിരിച്ചു കിട്ടിയപ്പോൾ, അമ്മയ്ക്കും അച്ഛനും തിരിച്ചു കിട്ടിയപ്പോൾ എപ്പോഴും ഇനി അടുത്തിരുന്ന് കണ്ടുകൊണ്ടിരിക്കുക അല്ലേ? പക്ഷേ നഷ്ടപ്പെട്ടു പോയത് മറുഭാഗത്ത് ആ ചെറുപ്പത്തിലെ തന്നെ സ്വന്തം അച്ഛൻ നഷ്ടപ്പെട്ടു പോയ രണ്ട് മക്കളുടെ അവസ്ഥയാണ്. അതുകൂടെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ മാതാപിതാക്കൾ ഏറ്റവും നന്നായി. പക്ഷേ ഇതിൻ്റെ വേറൊരു വശം നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ സ്ഥാനത്തൊരു പെൺകുട്ടി ആയിരുന്നുവെങ്കിൽ, ഒരു ഭർത്താവാണ് വില്ലനായിട്ട് നിൽക്കുന്നതെങ്കിൽ
ഒരു പെൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ എന്തൊക്കെ നമ്മൾ ആഘോഷിച്ചേനെ അല്ലേ? സ്ത്രീധനത്തിൻ്റെ പേരിലും ഈ പ്രശ്നങ്ങൾ തന്നെ മതി, ഈ കുടുംബ പ്രശ്നങ്ങൾ തന്നെ. തന്തയ്ക്കും തള്ളയ്ക്കുമെതിരെ, ഭർത്താവിൻ്റെ അച്ഛനും അമ്മയ്ക്കുമെതിരെ കേസെടുത്തേനെ, എന്തൊക്കെ പ്രശ്നങ്ങൾ ആഘോഷിച്ചേനെ. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, എല്ലാവരും എപ്പോഴും പറയും. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാം സഹിക്കാനും ഈ കാലഘട്ടത്തിലുണ്ടല്ലോ, ജീവിച്ചു പോകണമെങ്കിൽ നന്മ മാത്രമുള്ളവർക്ക് ജീവിക്കാനേ പറ്റില്ല. അല്പം നന്മയും അല്പം തിന്മയൊക്കെ രണ്ടും കൂടെ കൂടിച്ചേർന്നെങ്കിൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റൂ. നന്മ മാത്രമുള്ള മനുഷ്യന് പലപ്പോഴും ഈ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കേണ്ടി വരും എന്ന് തന്നെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പോസിറ്റീവ് മാത്രമുള്ളൊരു വ്യക്തിക്ക് വലിയ പാടായിരിക്കും ജീവിക്കാൻ. അതുതന്നെയാണ് അനൂപിൻ്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത്. 41 വയസ്സേ ഉള്ളൂ, ഒരു മികച്ച കലാകാരനായിരുന്നു. എന്ത് പറയാനല്ലേ? അപ്പം അത് വളരെ വിഷമത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, എല്ലാവിധ ആദരാഞ്ജലികളും നേരുന്നുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.